നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മീനു മുനീർ അറസ്റ്റിലായിരിക്കുന്നു. അല്ല, ഞാൻ എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നോ തല മുണ്ടിട്ട് എന്തിനാ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം? ഇത് നുണയാണ്. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പം പറഞ്ഞു. ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? മുൻകൂർ ജാമ്യം എടുത്തു, അപ്പൊ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക. അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. ഞാനൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കില്. അതിനെതിരെ വേറൊരാളെ കൂടെ കൂട്ടിച്ചേർത്ത് കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കേസ് അങ്ങോട്ട് കൊടുപ്പിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ നീ ഇത്ര സെന്റ് അടിച്ചോണ്ട് കേട്ടിരുന്നോളൂ. അയാൾ പറഞ്ഞ സത്യമായിരിക്കും. സംശയം ഇനിയും ബാക്കിയാണെങ്കിൽ ഞാൻ തെളിയിക്കാം. മനസ്സിലായി? അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കണം, ചേച്ചി പുള്ളിക്കാരന്റെ പേര് ക്ലിയർ ആക്കണം. അതാണ്. അപ്പൊ അതൊരു കുറുക്കന്റെ കളി. അതെല്ലാവർക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ഇദ്ദേഹം ആരാണെന്ന് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പരസ്യമായ രഹസ്യമാണ്. അതേപോലെ പുണ്യാളൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ചൂടാവാതെ മോളെ, പെണ്ണുങ്ങൾക്ക് ഈ സ്വഭാവം നല്ലതല്ല. പെണ്ണുങ്ങൾ ഒരിക്കലും ആണുങ്ങളെ ഭരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ലാലേട്ടന്റെ പേര് പറയാമല്ലേ? എന്തുകൊണ്ട് പറയാത്തത്? മമ്മൂക്കായുടെ പേര് പറയാമല്ലേ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശമാണെങ്കിൽ ഇവരുടെയൊക്കെ വലിയ ആർക്കാരുടെ പേര് പറഞ്ഞാൽ പോരെ? ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ പാടാനുണ്ടല്ലോ, എല്ലാവർക്കും മിണ്ടാൻ പേടിയാ. കഞ്ഞു കുടിക്കണല്ലോ. അവർക്ക് ഇനി വർക്ക് ചെയ്യണ്ടേ? ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യണ്ടേ? ഇനി ഫിലിമൊക്കെ വർക്ക് കിട്ടണ്ടേ? അതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നു. മാഷ് വിഷയകാര്യങ്ങളിൽ എങ്ങനെയാ? ചെറിയ വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. പ്രശ്നം എന്ന് പറഞ്ഞു തെളിവാണ്. തെളിവുണ്ടെങ്കിലാണ് നിയമപരമായിട്ടാണെങ്കിലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും വിശ്വാസങ്ങൾ. ഞാൻ പറയട്ടെ, മാനഭംഗപ്പെടുത്തുന്നതിന് എവിടെയാ തെളിവ് കിട്ടുന്നത്? അതായത് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും അതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ? അപ്പൊ ഞാൻ തന്നെയല്ലേ സാക്ഷി? അയ്യോ, വീണ്ടും പോയിന്റ്. ഞാൻ ഒരു സ്ത്രീ വന്നിട്ട് പറയാ എനിക്ക് ഇങ്ങനെ വിഷമം. ഒരാളെ കുറിച്ചല്ല പറഞ്ഞേ, മലയാള സിനിമയിൽ എന്ത് നടക്കുന്നു അതെല്ലാം തുറന്നു പറഞ്ഞു. അബ്യൂസ് വെർബലായിട്ട് പറഞ്ഞതും അതും ഞാൻ പറഞ്ഞു. ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്തു. ഇനിയും ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇവിടെ. പെൺകുട്ടികള് കേസ് എന്തെങ്കിലും ആയിക്കോട്ടെ, നാളെ ഒരു ദിവസം ഇനി ഒരുത്തന്മാരും പെൺകുട്ടികളെ എക്സ്പോർട്ട് ചെയ്യരുത്. അതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? അല്ല, വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. യൂട്യൂബേഴ്സിനെതിരെയൊക്കെ ഞാൻ എടുത്തുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, അനാവശ്യത, അതായത് ഒരു ലിമിറ്റിൽ കൂടുതൽ ആരെന്ത് പറഞ്ഞാലും യൂട്യൂബേഴ്സ് ആരായാലും ഞാൻ അവർക്ക് നടപടി എടുക്കും. അത് വേറെ കാര്യം. അല്ലെങ്കിൽ തന്നെ പോലീസും പെട്ടാന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക.